ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സാണ്. ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ ആണല്ലേ, അതായത് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് നോട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹിസ്റ്റോറിക്കൽ റിമൈൻ ഈസ് മെൻഷൻ ഇൻ ജവഹർലാൽ നെഹ്റു ബുക്ക് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, അതായത് ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, ദ സ്കൾ ഓഫ് ഏർലി മെൻ, അതായത് ആദിമ മനുഷ്യൻ്റെ തലയോടാണല്ലേ. എന്താണ്? ആദിമ മനുഷ്യൻ്റെ തലയോട്. ദെൻ വേർ ഡിഡ് ജവഹർലാൽ നെഹ്റു സജസ്റ്റ് ദാറ്റ് ഹൈഡൽബർഗ് മാൻ സ്കൾ വാസ് ഒബ്റ്റെയിൻഡ് ഫ്രം, എന്താണ്? ഹൈഡൽബർഗ് മനുഷ്യൻ്റെ തലയോട് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ജവഹർലാൽ നെഹ്റു സൂചിപ്പിക്കുന്നത്. എവിടെ നിന്നാണ്? ഫ്രം നിയർ ദ സിറ്റി ഹൈഡൽബർഗ് അറ്റ് ജർമ്മനി അല്ല, അതായത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപത്ത് നിന്നാണ്. ഫ്രം നിയർ ദ സിറ്റി ഓഫ് ഹൈഡൽബർഗ് ജർമ്മനി, ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപത്ത് നിന്ന്. Okay, then third question, what are the main sources that help us to learn about the history of early humans, അതായത് ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ ഏതാണ്? അതെ, ഹ്യൂമൻ ഫോസിൽസ് ആണല്ലേ, അതായത് മനുഷ്യ ഫോസിലുകളാണ്. ദെൻ ഹൗ ഇസ് ദി ഹിസ്റ്ററി ഓഫ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ സ്ട്രക്ചർ, അതായത് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? സയൻറ്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദി ഏജ് ഓഫ് ഫോസിൽസ് അല്ല, അതായത് ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിച്ച്. ഓക്കെ, ഇതിന് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഹൗ ഈസ് ദ തിയറി ഓഫ് എവല്യൂഷൻ ഡിസ്ക്രൈബ്ഡ് ഇ ബുക്ക് ഇൻ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് പബ്ലിഷ്ഡ് ബൈ ചാൾസ് ഡാർവിൻ 1859, അതായത് 1859 ചാൾസ് ഡാർവിൻ പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിൽ പരിണാമ സിദ്ധാന്തം വിവരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഹി സജസ്റ്റഡ് ദാറ്റ് ഹ്യൂമൻസ് ഹാവ് ഒറിജിനേറ്റഡ് ത്രൂ ഓർഗാനിക് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഹി കോൾ ദിസ് പ്രോസസ് എവല്യൂഷൻ, അതായത് ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് എന്തുണ്ടാകുന്നത്? മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയയ്ക്ക് പരിണാമം എന്ന പേര്. then sixth question നോക്കാം. ദ പീരീഡ് വെൻ സ്റ്റോൺസ് were used as weapon known as, അതായത് ശിലകൾ ആയുധമായി ഉപയോഗിച്ച കാലഘട്ടത്തെ അറിയപ്പെടുന്നത് എന്താണ്? സ്റ്റോൺ ഏജ് ആണല്ലേ. ആൻസർ എന്താണ്? ശിലായുഗം അഥവാ സ്റ്റോൺ ഏജ്. Okay, the next question, on what basis the stone age divided into 3 stages, the Paleolithic, the Mesolithic age and the Neolithic age, അതായത് ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യകാല ശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 ഘട്ടങ്ങളായി തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചത്. എന്തിൻ്റെയാണ്? യെസ്, ബേസ്ഡ് ഓൺ അച്ചീവ് ഓവർ ടൈം വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്, അതായത് എന്താണ്? യെസ്, ബേസ്ഡ് ഓൺ അച്ചീവ്ഡ് ഓവർ ടൈം ഇൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. ഓക്കെ, ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാലിയോളിത്തിക് ഏജ്? പാലിയോളിത്തിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ് പാലിയോളിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? പ്രാചീന ശിലായുഗം അല്ല. അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഇസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് യൂസ്ഡ് ത്രൂ സ്റ്റോൺ ആസ് ടൂൾസ്, അതായത് ശിലായുഗത്തിലെ ആദ്യഘട്ടമാണല്ലേ. അതുപോലെ തന്നെ എന്താണ്? ഗ്യാതറിംഗ് ഹണ്ടിങ് ആസ് മീൻസ് ലിവ്ലിഹുഡ്, കല്ലുകൾ ഉപകരണമാക്കി, അതുപോലെ തന്നെ ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി. യെസ്, ദ ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്, ദെൻ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആൻഡ് ടൂൾസ്, ദെൻ ഗ്യാതറിംഗ് ആൻഡ് ഹണ്ടിങ് ആസ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, അതായത് ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടമാണ്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. പരിക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി, ദെൻ ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, then 9ാമത്തെ ചോദ്യം നോക്കാം. ഡ്രോ എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ, അതായത് മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫേസ്റ്റ് നോക്കൂ, പ്രൈമേറ്റ്സ് ആണ്. ദ കാറ്റഗറി ഓഫ് മമ്മൽസ്, അതായത് സസ്തനികളുടെ ഒരു വിഭാഗം. ദെൻ ഹോമിനോയിഡ്, ദെൻ വോക്ക് ഓൺ 4 legs, 4 കാലിൽ നടത്തം. ദെൻ ഹോമിനിഡുകൾ വാക്ക്ഡ് ഓൺ 2 legs, ഇരുകാലിൽ നടത്തം. ദെൻ ആസ്ട്രലോപിത്തേക്കസ് ആണല്ലേ. ദെൻ ഹോമോ ആസ്ട്രലോപിത്തേക്കസ്, യെസ്, ഹോമോ ഹോബിലസ് ദ ടൂൾ മേക്കേഴ്സ്, അതായത് ഹോമോ ഹോബിലസ് ഉപകരണ നിർമ്മാതാക്കൾ. ദെൻ ഹോമോ ഇറക്ടസ് ദ അപ്രൈറ്റ് ഹ്യൂമൻസ്, ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ. ദെൻ ഹോമോസാപ്പിയൻസ് ദ വൈസ് ഓർ തിങ്കിങ് മാൻ, ഹോമോസാപ്പിയൻസ് അഥവാ ബുദ്ധിയുള്ള മനുഷ്യൻ.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോട്ട് ബുക്കിലേക്ക് വരച്ച് എടുക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. മധ്യശിലായുഗത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെസോലിത്തിക് ഏജ്? എന്തൊക്കെയാണ്? യെസ്, യൂസ്ഡ് സിമിലർ ഫൈൻ സ്റ്റോൺ ടൂൾസ്, അതുപോലെ തന്നെ യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. ദെൻ ആനിമൽ സ്കിൻ ബാർക്ക് ഓഫ് ട്രീസ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. എന്തൊക്കെയാണ്? സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി, മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിയോലിത്തിക് ഏജ്? നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതകളാണല്ലേ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. യൂസ്ഡ് മോർ റിഫൈൻ ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. ദെൻ അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ് ഇൻവെൻറ്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. എന്താണ്? കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു, ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ, ദെൻ 12ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. വൈ ഡിഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ബിക്കം നെസസറി ടു ഏർലി ഹ്യൂമൻസ്? എന്താണ് ചോദ്യം? യെസ്, ആദിമ മനുഷ്യന് സ്ഥിരവാസം അനിവാര്യമായി വന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? യെസ്, കൃഷി ചെയ്യാൻ ആരംഭിച്ചതിനാലല്ലേ. ആൻസർ എഴുതാം. ആസ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ്. ഓക്കെ, ദെൻ 13th ക്വസ്റ്റ്യൻ. വാട്ട് ചേഞ്ചസ് മൈറ്റ് സെറ്റിൽമെൻറ്റ് ഹാവ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻസ്? അതായത് സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ്? യെസ്, സെറ്റിൽമെൻറ്റ് ബിഗാൻ ടു ബിൽഡ്, പീപ്പിൾ ബിഗാൻ ടു ഇൻറ്ററൈസ് മോർ വിത്ത് ഈച്ച് അതർ, ഓർഗനൈസ്ഡ് social life began, then settlement gradually developed into villages and cities. അതായത് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി, ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങി, സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിച്ചു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. ഓക്കെ, ദെൻ 14ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻ? മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹമേത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹമേത്? ഏതാണ്? കോപ്പർ ആണല്ലേ, അഥവാ ചെമ്പാണ്. ഓക്കെ, ദെൻ 15th ക്വസ്റ്റ്യൻ നോക്കാം. ദ പീരീഡ് വെൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് വർ മെയ്ഡ് ആൻഡ് യൂസ്ഡ് ഫ്രം മെറ്റൽ ഈസ് നോൺ ആസ്. അതായത് ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അയൺ ഏജ് എന്നാണ് അല്ലേ. അയൺ ഏജ് എന്നാണ്, അതായത് ലോഹയുഗം എന്നാണ്. Then 16th question. Which period was known as the period when bronze weapons and tools were used? എന്താണ്? യെസ്, വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ് ആണല്ലേ. ആൻസർ ബ്രോൺസ് ഏജ് അഥവാ വെങ്കലയുഗം. ഓക്കെ, ദെൻ 17ാമത്തെ ചോദ്യം. വാട്ട് ചേഞ്ചസ് ഡിഡ് ദ യൂസ് ഓഫ് ബ്രോൺസ് ബ്രിങ് അബൌട്ട് ഇൻ ഹ്യൂമൻ ലൈഫ്? വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉളവാക്കി എന്നാണല്ലേ. നമുക്ക് ആൻസർ നോക്കാം. Bronze tools helped in expanding farmland. Then expansion of farmland led to an increased agricultural production. The increase in agricultural production paved the way of the exchange products and the development of exchange centers. The exchange centers later transformed into towns and cities. ഫസ്റ്റ് പോയിന്റ് എന്താണ്? വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു. ഓക്കെ, ദെൻ 18th ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ സ്റ്റോൺ ഏജ് ആൻഡ് ബ്രോൺസ് ഏജ്. അതായത് ശിലായുഗത്തിൻ്റെയും വെങ്കലയുഗത്തിൻ്റെയും മനുഷ്യജീവിതത്തിൻ്റെയും സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗത്തിലെ മനുഷ്യരെ നോക്കാം. എന്തൊക്കെയാണ്? സ്റ്റോൺസ് വർ യൂസ്ഡ് ആസ് വെപ്പൺ, കല്ലുകൾ ആയുധമാക്കി. അഗ്രികൾച്ചർ ബിഗേൻ, കൃഷി ആരംഭിച്ചു. വീൽ വാസ് ഇൻവെൻറ്റഡ്, ചക്രം കണ്ടുപിടിച്ചു. പോട്ടറി പ്രൊഡക്ഷൻ ബിഗിൻ, മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. ദെൻ ബ്രോൺസ് ഏജ് നോക്കാം നമുക്ക്. Bronze weapons were made, agriculture spanned, the centers of the exchange of products emerged, cities and towns were formed. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി, കൃഷിയുടെ വ്യാപനം ഉണ്ടായി, ഉൽപ്പന്ന കൈമാറ്റത്തിന് കേന്ദ്രങ്ങളുണ്ടായി, നഗരങ്ങളും പട്ടണങ്ങളും രൂപപ്പെട്ടു എന്നാണല്ലേ പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഈ തന്നിട്ടുള്ള ഹിൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം.
Okay, the next question. Why did Bronze Age civilization from in river valleys? വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ, ദെൻ ഫലഭൂയിഷ്ടമായ മണ്ണ്, ജലലഭ്യത, അനുകൂല കാലാവസ്ഥ എന്നിവയാണല്ലേ. ഓക്കെ, ദെൻ വാട്ട് ഡസ് ദ വേർഡ് മെസ്സപ്പൊട്ടോമിയ മീൻ? മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ്? ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ്, നദികൾക്കിടയിലെ പ്രദേശം എന്നാണല്ലേ. ഓക്കെ, ഇതിന് 21ാമത്തെ ചോദ്യം. ബിറ്റ്വീൻ വിച്ച് റിവേഴ്സ് ഈസ് മെസ്സപ്പൊട്ടോമിയ ലൊക്കേറ്റഡ്? ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസ്സപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? യെസ്, യൂഫ്രട്ടീസും ടൈഗ്രീസുമാണ് അല്ലേ. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഓക്കെ, വാട്ട് ആർ ദ 4 ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ദാറ്റ് വർ ഇൻക്ലൂഡഡ് ഇൻ ദ മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ? മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളിൽ ഉൾപ്പെട്ട 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഏതെല്ലാമാണ്? സുമേറിയൻ ഉണ്ട്, ബാബിലോണിയൻ ഉണ്ട്, അസീറിയൻ, ദെൻ ഏതാണ്? കാൽഡിയൻ ആണ് അല്ലെ. അസീറിയൻ ആൻഡ് കാൽഡിയൻ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. 23ാമത്തെ ചോദ്യം. വർ ദ ഫസ്റ്റ് പീപ്പിൾ ടു കോൺട്രിബ്യൂട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് അർബൻ ലൈഫ് ഇൻ മെസ്സപ്പൊട്ടേമിയ? മെസ്സപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യത്തെ ജനത ആരായിരുന്നു ആണെന്നല്ലേ ചോദിച്ചിട്ടുള്ള. ആദ്യത്തെ ജനത ആരായിരുന്നു? അതെ, സുമേറിയക്കാരാണ് അല്ലേ. സുമേറിയൻ ആണ്. ദെൻ വാട്ട് ആർ ദ മേജർ സിറ്റീസ് ഓഫ് മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ? മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ ഏതെല്ലാമാണ്? യെസ്, ഉറൂക്ക്, ലഗാഷ്. Then what are the characteristics of Mesopotamian writing system? മെസ്സപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സവിശേഷതകൾ നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. എന്താണ്? എഴുത്ത് സമ്പ്രദായത്തിന്റെ സവിശേഷതകളാണ് അല്ലെ. എന്തൊക്കെയാണ്? ദ റൈറ്റിംഗ് സിസ്റ്റം ഈസ് നോൺ ആസ് ക്യൂണിഫോം എന്നീ എഴുത്ത് രീതി അറിയപ്പെടുന്നു. ദെൻ ഇറ്റ് വാസ് എ വേർഡ് ഷേപ്ഡ് pictographic script and it was written on clay tablets. They used pointer reed stylus to write on clay tablets. എന്തൊക്കെയാണ്? ആപ്പിളിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണുള്ളത്. കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. വാട്ട് were the contribution of the Mesopotamians to science, mathematics and law? ശാസ്ത്രത്തിലും ഗണിതത്തിലും നിയമത്തിലും മെസ്സപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകളാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. They knew the lunar calendar, then calculation of solar and lunar eclipse, and the knowledge of subtraction and multiplication. The laws were first conditioned during the reign of Sumerian ruler Dengi. Their words were revised and the Code of Hammurabi was written. Code of Hammurabi was written. അതായത് ചാന്ദ്ര പഞ്ചാംഗവും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കിയിട്ട് ഹരണവും ഗുണനവും അറിയാമായിരുന്നു. ദെൻ സുമേറിയർ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. ഇതിന് 28ാമത്തെ ചോദ്യം നോക്കാം. മെസ്സപ്പൊട്ടോമിയ ഇസ് കറന്റ്ലി എ പാർട്ട് ഓഫ് വിച്ച് കൺട്രി? മെസ്സപ്പൊട്ടോമിയ നിലവിൽ ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? അത് ഇറാഖ് ആണല്ലേ. ഓക്കെ, ദ മെയിൻ സിറ്റി ഇൻ ഈജിപ്ഷ്യൻ കൾച്ചർ? ഈജിപ്ഷ്യൻ കൾച്ചറിലെ പ്രധാന സിറ്റി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? കെയ്റോ ആണല്ലേ. കെയ്റോ. ആൻസർ കെയ്റോ. ദെൻ വാട്ട് were the kings of Egypt known as? What were the kings of Egypt known as? ഈജിപ്തിലെ രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഫറവോ എന്ന പേരിലാണ് അല്ലേ. ആൻസർ എന്താണ്? ഫറവോ. ദെൻ വാട്ട് വാസ് ദ മെയിൻ വേ ഓഫ് ദ ലൈഫ് ഈജിപ്ഷ്യൻ? ഈജിപ്തുകാരുടെ പ്രധാന ജീവിത മാർഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, അഗ്രികൾച്ചർ ആണ്. ആൻസർ അഗ്രികൾച്ചർ. ദെൻ വിച്ച് ഈസ് നോൺ ആസ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ? നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈജിപ്റ്റ് ആണ് അല്ലേ. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ്. Okay, then what were the main crops of the Egyptian? ഈജിപ്ഷ്യൻകാരുടെ പ്രധാന വിളകൾ അല്ലേ. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്, ജൂട്ട്, കോട്ടൺ. അതായത് ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി. Then what are the 2 main features of Egyptian culture? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ 2 പ്രധാന പ്രത്യേകതകൾ അല്ലേ. എന്തൊക്കെയാണ്? യെസ്, പിരമിഡ്സും മമ്മീസും. പിരമിഡുകളും മമ്മികളുമാണ്. Then what are the characteristics of Egyptian writing system? ഈജിപ്തുകാരുടെ എഴുത്ത് സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളാണ് നമ്മളോട് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഈജിപ്തുകാരുടെ എഴുത്ത് സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളാണ് അല്ലെ. എന്തൊക്കെയാണ്? ഇസ് ദ റൈറ്റിംഗ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്. അവരുടെ എഴുത്തിനെ എന്താണ് പറയുന്നത്? ഹൈറോഗ്ലിഫിക്സ് അല്ലേ. ദ വേർഡ് hieroglyphics means code writing. The script was combination signs and letters. It was read from
റൈറ്റ് ടു ലെഫ്റ്റ്. എഴുത്തുലിപി ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെടുന്നു. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടി ചേർന്ന ലിപിയാണിത്. വലത്ത് നിന്ന് ഇടത്തോടാണ് വായിച്ചിരുന്നത്. യെസ്, ദ റൈറ്റിംഗ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്. ദ വേർഡ് hieroglyphics means squared writing. Okay, then the script was combination of signs and letters. It was read from right to left. Then what were the scientific achievements of ഈജിപ്ഷ്യക്കാരുടെ ശാസ്ത്ര നേട്ടങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? Yes, the Egyptian laid the foundation of geometry in mathematics. ഗണിതശാസ്ത്രത്തിലെ ജാമിതിക്ക് അടിസ്ഥാനമിട്ട ആരായിരുന്നു? യെസ്, ഈജിപ്തുകാരായിരുന്നു. Then addition and subtraction were their contribution. Their solar calendar includes a year of 365 days. സങ്കലനം വ്യവകലനം ഇവരുടെ സംഭാവനകളായിരുന്നു. 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, 38ാമത്തെ ചോദ്യം. വിച്ച് റിവർ വാലി ഡിഡ് ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റ് ഇൻ? ചൈനീസ് സംസ്കാരം ഉടലെടുത്ത നദീതടം ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഹൊയാങ് ആണല്ലേ. ഏതാണ് ആൻസർ? ഹൊയാംഹോ. ആൻസർ ഹൊയാംഹോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ചൈനീസ് സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചൈനീസ് കൾച്ചർ? എന്തൊക്കെയാണ്? യെസ്, വീവിംഗ്, പോട്ടറി, സിൽക്ക് പ്രൊഡക്ഷൻ, ബ്രോൺസ് സ്കൾപ്ചർ മേക്കിംഗ്, പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് പിക്ചർ ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് വർ പോപ്പുലർ. അതായത് നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം, വെങ്കല ശില്പ നിർമ്മാണം, അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ 4ാമത്തെ ചോദ്യം. വിച്ച് റിവർ ബേസിൻ വാസ് ഇൻഹാബിറ്റഡ് ബൈ ദ ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം ഏതെന്നാണ് അല്ലേ ചോദിച്ചത്. ഏതാണ്? യെസ്, ഇൻഡസ് റിവർ ആണല്ലേ. സിന്ധു നദീതടം വേണം. ഇൻഡസ് റിവർ ബേസിൻ, സിന്ധു നദീതടം. ദെൻ വാട്ട് വാസ് ദ പീരീഡ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പീരീഡ്, കാലഘട്ടമാണ് നമ്മളോട് ചോദിച്ചത്. എന്താണ്? യെസ്, BC 2600 ടു BC 1900. അനദർ നെയിം ഫോർ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? യെസ്, ഇൻഡസ് വാലി അല്ലേ. ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് സിന്ധു നദീതട സംസ്കാരം. ദെൻ വൈ ഈസ് ഹാരപ്പൻ സിവിലൈസേഷൻ കോൾഡ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ? അതായത് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ്? യെസ്, ടൗൺ പ്ലാനിങ്, കസ്റ്റം ബിൽഡ് ഹൗസ് ലൈൻ അപ്പോൺ ദ ബോത്ത് ഓഫ് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്സ്. ദെൻ എ സിസ്റ്റം ഓഫ് ഡ്രെയിനിങ് സീവേജ് ഫ്രം ദ ഹൗസ് ഔട്ട് ഓഫ് ദ സിറ്റി ത്രൂ സ്വേഴ്സ്. എന്താണ്? നഗരാസൂത്രണമാണ്. തെരുവുകളുടെ ഇരുവശങ്ങളിലും ചുട്ടെടുത്ത ഇഷ്ടികളാൽ നിർമ്മിച്ച വീടുകളിൽ നിന്നുള്ള മലിനജലം അഴുക്ക് ചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുകി കൊണ്ടുപോകുന്ന സംവിധാനം. Then great bath എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, step on both sides to get into the pool. Bathrooms for bathing. Then system for welling with fresh water and draining the waste water. അതായത് വലിയ കുളത്തിലേക്ക് ഇറങ്ങി ഇരുവശങ്ങളിലും പാടങ്ങൾ കുളിക്കുവാനായി കുളിമുറികൾ, ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനം. എന്താണ്? വലിയ കുളത്തിലേക്ക് ഇറങ്ങിയാൽ ഇരുവശങ്ങളിലും പടവുകൾ, കുളിക്കുവാനായി കുളിമുറികൾ, ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുകുവാനുള്ള സംവിധാനം. ദെൻ granary used to store preserved grains. Agriculture was the main means of livelihood. Then ധാന്യപ്പുരയുണ്ടല്ലേ, ധാന്യങ്ങൾ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും ഉപയോഗിച്ചിരുന്നു. കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. ഹാൻഡിക്രാഫ്റ്റ്, ടോയ്സ് മെയ്ഡ് ബൈ സ്റ്റോൺ, ക്ലേ ഫിഗേഴ്സ്, വെസൽസ്, ജ്വല്ലറി മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ, പേൾസ് ആൻഡ് ഷെൽസ്. ബ്രോൺസ് statues were made. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കരകൗശല വിദ്യ, കളിപ്പാട്ടങ്ങൾ, കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടുള്ള മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, സ്വർണം, വെള്ളി, മുത്തുകൾ, ചിപ്പികൾ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളാണല്ലേ. ദെൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്, സിമ്പിൾസ് ആൻഡ് വെസൽസ് വർ യൂസ്ഡ്. എഴുത്തുവിദ്യ, അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളും മുദ്രകളും എഴുതാനായി ഉപയോഗിച്ചിരുന്നു. ദെൻ 4ാമത്തെ ചോദ്യം. വാട്ട് വർ ദ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്കിരയാക്കിയ കാരണങ്ങളാണല്ലേ. എന്തൊക്കെയാണ്? യെസ്, ക്ലൈമറ്റ് ചേഞ്ച്, എക്സസീവ് യൂസ് ഓഫ് ലാൻഡ് എക്സസീവ് യൂസ് ഓഫ് ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ്, ഡിഫോറസ്റ്റേഷൻ, അതായത് കാലാവസ്ഥാ വ്യതിയാനം, ഭൂമിയുടെ അമിതമായ ഉപയോഗം, നിരന്തരമുണ്ടായ പ്രളയം, വനനശീകരണം എന്നിവയാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രോൺ ഏജ് ആൻഡ് കൾച്ചർ ആൻഡ് കംപ്ലീറ്റ് ദ
കംപ്ലീറ്റ് ദ ലിസ്റ്റ്, പൂർത്തീകരിക്കുക അല്ലേ. സിവിലൈസേഷൻ, ദെൻ മെസൊപ്പൊട്ടേമിയ, ഈജിപ്ഷ്യ, ഹാരപ്പൻ, ചൈനീസ് എന്ന് നൽകിയിട്ടുണ്ട്. ദെൻ റിവർ വാലീസ് ഏതാണ്? യൂറോപ്യൻ ആൻഡ് ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രോൺസ് ഏജ് കൾച്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. വെങ്കലയുഗ സംസ്കാരങ്ങളുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സിവിലൈസേഷൻ, മെസൊപ്പൊട്ടേമിയൻ, റിവർ വാലി ഏതാണ്? യെസ്, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ദെൻ ആർട്ട് ഓഫ് റൈറ്റിംഗ് ക്യൂണിഫോം. ദെൻ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സംഭാവനകൾ. യെസ്. ഹമുറാബീസ് കോഡ് ഓഫ് ലോ, സിഗുറാസ്, അതായത് ഹമുറാബിയുടെ നിയമസംഹിതയും സിഗറാത്തുകളും. ദെൻ ഈജിപ്ഷ്യൻ, റിവർ ഓഫ് വാലീസ്, നൈൽ. ദെൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്സ്, ഹൈറോഗ്ലിഫിക്സ്. ദെൻ മേജർ കോൺട്രിബ്യൂഷൻ, പിരമിഡ്. ദെൻ പിരമിഡ്, സോളാർ കാലണ്ടർ, സൗര പഞ്ചാംഗം അല്ലേ. പിരമിഡ്, ദെൻ സോളാർ കാലണ്ടർ, സൗര പഞ്ചാംഗം. ദെൻ ഹാരപ്പൻ, ഇൻഡസ്, സിന്ധു. വാലി ഏതാണ്? സിന്ധു. ദെൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്, സിമ്പിൾസ് ആൻഡ് സീൽ, ചിഹ്നങ്ങളും മുദ്രകളും. മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടൗൺ പ്ലാനിങ്, ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, നഗരാസൂത്രണം, വലിയപുര, നാട്യപുര, വലിയ കുളം, ധാന്യപുര. ദെൻ ചൈനീസ്, ഹൊയാംഹോ ആണല്ലേ. ദെൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്, പിക്ചർ ആൻഡ് സിമ്പിൾസ്. ദെൻ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിൽക്ക് ക്ലോത്ത് മേക്കിംഗ്, പോട്ടറി മേക്കിംഗ്, പട്ടുവസ്ത്രം നിർമ്മാണം, മൺപാത്ര നിർമ്മാണം എന്നിവയാണ് മേജർ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.